അപ്പോൾ എന്താണ് ഇന്ന് നമ്മുടെ പുതിയ ഒരു ടോപ്പിക്ക്? നിങ്ങൾ അശ്വന്ത് ഗോക്കിനെയൊക്കെ കഴിഞ്ഞ ദിവസം എന്തോ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചു എന്നൊക്കെ ഞാൻ മുഴുവൻ വീഡിയോ കണ്ടില്ല. എന്തായിരുന്നു അതിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് തുടങ്ങാം. അശ്വന്ത് ഗോക്ക് സിനിമ റിവ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. മറ്റുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം, അശ്വന്ത് ഗോക്ക് എന്നുള്ള സിനിമകളെ റോസ്റ്റ് ചെയ്ത്, അതായത് അദ്ദേഹത്തിന് സിനിമകൾ ചെയ്യാനോ സിനിമയിലൊന്നും എത്തിപ്പെടാനോ ഇനി അഭിനയിക്കാനോ പുള്ളിക്ക് പറ്റില്ല. അല്ല, അദ്ദേഹം റിവ്യൂവർ ആയിട്ടല്ല, അദ്ദേഹം അഭിപ്രായമല്ല ഇപ്പൊ പറയുന്നത്. അഭിപ്രായമല്ല, റോസ്റ്റിംഗ് ആണോ? ആയിക്കോട്ടെ. അതായത് വിശ്വപർവത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ നിരൂപകൻ എന്ന് വെച്ചാൽ നമ്മുടെ തങ്ങളുടെ നിരൂപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ശരിക്കും വളരെ കുറച്ച് പേരെ മലയാളത്തിലുള്ളൂ. ഞാൻ ഈ അശ്വന്ത് ഗോക്കിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും കണക്കാക്കില്ല. കാരണം അവർ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. അതിനെ കാര്യമാക്കി എടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, സാധാരണ അഭിപ്രായം വിളിച്ചു പറയുക എന്നുള്ള പണ്ടത്തെ ഈ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുക എന്നുള്ള സാധനം എന്ന് വെച്ചാൽ പണ്ട് വിളംബരം ചെയ്യുക, പിന്നെ പേപ്പറിൽ ഇടുക, അത് പബ്ലിസിറ്റി. അതായത് ഇവരുടെ പബ്ലിസിറ്റി അല്ല. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കിങ്ഡമും സുമതി വളവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അശ്വന്ത് ഗോക്കിന്റെ ഒരു സംഭവം പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അഭിപ്രായം പറയുക എന്നുള്ളത് നമുക്കൊരു അഭിപ്രായം പറയാതെ, ഞാൻ സോഷ്യൽ മീഡിയ ഉണ്ട് അഭിപ്രായം, ഞാൻ സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യങ്ങൾ പറയാം. ഈ കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ 3 സിനിമകളുടെയൊക്കെ സമ്മിശ്രമായിട്ടാണ് കിങ്ഡം 130 കോടിയിൽ ദേവരെ കൊണ്ടിട്ട് ഇറങ്ങിയതാണ്. അതെ. പക്ഷെ എനിക്ക് ഈ പറയുന്ന സുമതി, അപ്പൊ അതിന് നല്ല അഭിപ്രായം പറയണം. അശ്വന്ത് ഗോക്ക് ആ സിനിമേനെ നല്ല അഭിപ്രായം പറഞ്ഞു. ഭയങ്കര വിജയമാണ്, ഞാൻ കണ്ടു മുഴുകിപ്പോയി. ആ സംഭവങ്ങളിട്ട് സുമതി വളവ് വെറും 15 കോടി. ഈ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഞാൻ സിനിമേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആളാണ്. വേറെ കൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ എന്ന് വെച്ചാൽ സിനിമയിലെ ടെക്നോളജി ആയാലും അത് വീക്ഷിക്കുന്ന ആളാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒട്ടും അറിവുള്ള ആളല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ പിടിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ അറിയാവുന്ന ആളല്ല. ഈ പറയുന്ന എന്തിലാവട്ടെ. അപ്പോൾ നമ്മൾ സിനിമയിൽ ഇത്രയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സുമതി വളവ് എന്ന് പറയുന്ന ഒരു 15 കോടി, ഇപ്പോൾ 20 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ 125 കോടി താരതമ്യം ചെയ്തിട്ട് ഞാൻ താരതമ്യം ചെയ്യാണ്. പുള്ളി ആ സുമതി വളവ് സിനിമ കണ്ടിട്ട് ഭയങ്കര വേസ്റ്റുള്ള പണത്തിൻ്റെ രീതിയിൽ എല്ലാവരും വെറുപ്പിക്കലാണ് എന്നൊക്കെ രീതിയിൽ ഇതാണ് പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിനിമയെ റിവ്യൂ ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജേന എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന റോസ്റ്റ് ചെയ്ത് കളയാണ്. ആളുകളെ അഭിനയം കണ്ടില്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അറിവും ആളുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല, അത്രയ്ക്ക് അറിവും എല്ലാം ഉണ്ട്. അപ്പൊ ഇയാളുടെ ഈ പറയുന്ന ഈ വരാൻ പോകുന്ന പുള്ളിയുടെ അടുത്ത സിനിമ അടുത്ത വെള്ളിയാഴ്ച പുള്ളി പിറക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പുള്ളി ഞാൻ നോക്കുമ്പോൾ തലയും കെട്ടി പ്രായം കിട്ടുമ്പോൾ പുള്ളി നിൽക്കുന്ന പുള്ളിയുടെ പഴയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അല്ലാണ്ട് പുള്ളി ഇത്രയും നാളായിട്ട് ഒരു പിണ്ണാക്കം ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിയുടെ കൂട്ടുകാരൻ ഹോമർ ലുലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എല്ലാ പടക്കവും പടപെടാന്ന് പറഞ്ഞ പുള്ളി കൊണ്ടുവരും. പുള്ളി മറ്റുള്ളവരെയൊക്കെ ഇതിനു മാത്രം നശിപ്പിച്ച്, അതായത് കളിയാക്കിയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പുള്ളിക്ക് ഇതുവരെയായിട്ടൊരു ഇത്രയും അറിയുന്ന, ഇപ്പം ഈ പറഞ്ഞ കാര്യമുണ്ട്, റെഫറിക്ക് നിയമങ്ങൾ അറിയാം, കളിക്കാനില്ല അറിയാൻ പാടില്ല എന്നേ ഉള്ളൂ, നിരീക്ഷിക്കാറില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂരജ് കാണുന്നത് എങ്ങനെയാണോ, ഞാൻ കാണുന്നത് എങ്ങനെയാണോ, എൻ്റെ വീക്ഷണം എങ്ങനെയാണോ അതേപോലെ ഇരിക്കും സിനിമ. ആർക്കും നല്ലതോ ചീത്തയോ എന്ന് പറയാൻ പറ്റില്ല. പലരും കൊള്ളില്ല എന്നുള്ള സിനിമ പലരും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ മോശമാണോ? അല്ല. സിനിമയെ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന സാധനമാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നു, അതാണ്. അല്ലാതെ ആള് പോലും കണ്ട കാര്യം. അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോൾ കേൾക്കുന്ന, അപ്പോൾ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ അശ്വന്ത് ഗോക്കിനെ കുറിച്ചും നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചെടുത്താൻ കാരണം എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയപ്പോൾ അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞു. അപ്പോൾ ലിസ്റ്റിനൊക്കെ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ഒരു വേർഷൻ പറഞ്ഞു. ഇപ്പോൾ സുമതി വളവിനെ കുറിച്ച് മോശം പറഞ്ഞു. ഒരുപാട് സിനിമകളെക്കുറിച്ച് അശ്വന്ത് ഗോക്ക് ഉൾപ്പെടെയുള്ള പല റിവ്യൂസും മോശം പറയുമ്പോൾ ഇവർ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമാക്കാർ അവർ പറയുന്നുണ്ടല്ലോ, ഒരു കംപ്ലൈൻറ്റ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സിനിമ കോൺക്ലേവ് ഗവൺമെൻറ് നടന്നിരുന്നപ്പോൾ ചില ചലച്ചിത്ര പ്രവർത്തകർ ഓപ്പണായിട്ട് പറഞ്ഞു, ഈ പറയുന്ന അശ്വന്ത് ഗോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേരെയൊക്കെ നിയന്ത്രിക്കണം. പിന്നെ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ് പണ്ട് കോടതിയിൽ വരെ ഒരു കേസൊക്കെ ആയിട്ട് പോയിട്ട് കോടതി പറഞ്ഞു റിവ്യൂ ബോംബിംഗ് നടക്കുന്നുണ്ടെന്ന് കോടതി പ്രത്യക്ഷമായിട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു. എൻ്റെ ഒരു സംശയമാണ്, ഇതേ റിവ്യൂവേഴ്സ് ഒരു സിനിമേനെ പൊക്കി പറയുമ്പോൾ, ഗംഭീരമാണെന്ന് പറയുമ്പോൾ, ഇവരെ കുറ്റം പറയുന്ന, കംപ്ലൈൻറ്റ് പറയുന്ന ഈ സിനിമാ പ്രവർത്തകർ തന്നെ എന്തിന് ഷെയർ ചെയ്യുന്നു ഇവരുടെ റിവ്യൂ? അപ്പോൾ തങ്ങൾക്ക് വേണ്ടത് പറയുമ്പോൾ ഷെയർ ചെയ്യും, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അവർ പറയുമ്പോൾ അത് റിവ്യൂ ബോംബിങ് ആവുന്നത് എങ്ങനെ? എൻ്റെ ഒരു സംശയമാണത്. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയേക്കുന്നു, മാക്സിമം അത് ബൂസ്റ്റ് ചെയ്യുക. ആ സമയത്ത് ആ നിമിഷം ആ പ്രൊഡ്യൂസർ അതേ ചിന്തിക്കുള്ളൂ. പക്ഷെ ആ പ്രൊഡ്യൂസർ ആയിട്ട് ഇതൊരു മീഡിയ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ആ സമയത്ത് അത് ഏത് ചാനലുകളാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൂടുതൽ, അത് PR മാരാണോ, അവരെന്ത് ചെയ്യും, മാക്സിമം നല്ലത് പറഞ്ഞ ആളുകളെ എടുത്തിട്ട്
അതിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ വേറെ ആളുകൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. അതേപോലെ തന്നെ പക്ഷേ ഈ പറയുന്ന അശ്വന്ത് കോക്ക് ആയാലും ഇപ്പോൾ വേറെ കുറച്ച് ആൾക്കാരായാലും എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ നല്ലത് പറഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു ബൂസ്റ്റപ്പ് കിട്ടണം. ആ സമയത്ത് കാശ് മുടക്കിയൊക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് നാളെ മോശം പറയുമ്പോൾ അതെ, അപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ അശ്വന്ത് ഗോക്ക് ഗുഡ് എന്ന് പറഞ്ഞത് ഷെയർ ചെയ്താൽ അപ്പൊ അശ്വന്ത് ഗോക്കിന് ജെന്യുവിൻ പേഴ്സൺ ആയി. നാളെ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് പറയുമ്പോൾ ഇവര് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ആ ഒരു വിശ്വാസ്യത പോയില്ലേ? എൻ്റെ ഒരു അഭിപ്രായം ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റ്, അതായത് ഇവരെ മൈൻഡ് ആക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു അശ്വന്ത് ഗോക്ക് ആണോ ഈ റിവ്യൂവർ ആണോ ഇവിടെ സിനിമ വിജയിപ്പിക്കുന്നത്? ഈ ഭീഷ്മറവം അശ്വന്ത് ഗോക്കാണോ വിജയിപ്പിച്ചത്? ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി തരക്കേടില്ലാത്ത ഫാമിലി കയറിയത് ഇപ്പൊ സുമതി വളവ് കയറുന്നതും ഇവര് പൊക്കി പറഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ എന്തിനും ഇവര് പൊക്കി പറയുമ്പോഴും അത് ഷെയർ ചെയ്യുന്നതാണ് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളുടെ രീതിയിൽ എനിക്ക് ഈ സിനിമാ പ്രവർത്തകരോട് പറയാറുള്ളത്. ഈ റിവ്യൂസിന് നിങ്ങൾ എന്തിന് വില കൽപ്പിക്കണം? ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇദ്ദേഹം വന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയാണ്. അത് കാണാനായിട്ട് കുറച്ച് ആളുകൾ ഇരുന്ന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു വെച്ച്. പക്ഷേ പുള്ളിയുടെ ചില സിനിമകളിൽ വന്നിട്ട് പുള്ളിയുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ പുള്ളി കാതൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് വളരെ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ അടിച്ചാക്ഷേപിക്കുക, ഈ അപരാധം, ഇങ്ങനത്തെ ദാരിദ്ര്യം, ആ ഒരു പുച്ഛം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഞാൻ ചോദിക്കട്ടെ, അശ്വന്ത് ഗോക്കിന് എന്ത് യോഗ്യതയുണ്ട്? ഒരു അഭിപ്രായം പറയാം. പക്ഷെ ഒരാൾ ഞാൻ പറഞ്ഞ ആ പറയുന്ന വ്യക്തികളെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിൻ്റെ ഷാരിസ് ഭയങ്കര വികാരഭരിതനായി പറഞ്ഞല്ലോ, സിനിമയ്ക്ക് ഒരു മധ്യസ്ഥനെ ആവശ്യമില്ല എന്ന് പറഞ്ഞ കോക്കിൻ്റെ ഉദ്ദേശമാണ്. പക്ഷെ ബി ഉണ്ണികൃഷ്ണൻ സാറ് വന്നിട്ട് വളരെ ലൈറ്റായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു മധ്യസ്ഥൻ ഉള്ളത് പോലും ഞാൻ അറിയാം. അതായത് അത്ര ലൈറ്റായിട്ട് ഒരു വില, കരിവേപ്പിലയുടെ വില പോലും കോക്കിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. റിവ്യൂസിനെ കണ്ട സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ കൂടുതൽ എക്സൈറ്റേറ്റ് ചെയ്ത് അവന് വരുമാന മാർഗമാണ് അത് ചെയ്തിട്ട് ഈ പറയുന്ന ചില ആൾക്കാർക്ക് ചില സാധനങ്ങൾ കിട്ടില്ല ഒരിക്കലും. അതായത് അഭിനയിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ സിനിമയിലേക്ക് എൻട്രിയോ അല്ലെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ തോപ്പിക്കാൻ ശ്രമിക്കുക, ചെയ്ത ആൾക്കാരെ തോപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ ബുദ്ധിപരമായിട്ട് രണ്ടെണ്ണം പറയാം, പിന്നെ ക്യാഷ് കിട്ടുന്നുണ്ടാവുന്നേ പറയാൻ പറ്റില്ല. എന്താ യൂട്യൂബ് നല്ല റവന്യൂ കിട്ടുന്നത്. അപ്പൊ ക്യാഷ് കിട്ടുന്ന സമയത്ത് ഇവരിങ്ങനെ പറയും സാധനത്തിന്. ഇപ്പൊ നല്ലൊരു സാധനം നിൽക്കുമ്പോ പിന്നെ ഇവര് കുറെ അഭിനയം പഠിപ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ. സഞ്ജയ് ദത്തിന്റെ അഭിനയം, മമ്മൂട്ടി അങ്ങനെയായി, മോഹൻലാൽ ഇങ്ങനെയായി. ഇതൊക്കെ എന്ത് യോഗ്യത എന്നുള്ള സാധനം അത് മാത്രമേ. പക്ഷെ പുള്ളി റിവ്യൂ പറയണോ പുള്ളിയുടെ അഭിപ്രായം പുള്ളിക്ക് എന്തും പറയാം. ഞാൻ പറഞ്ഞ പുള്ളി നെഗറ്റീവ് പറഞ്ഞാൽ കിടന്ന് കരയുകയും പുള്ളി പോസിറ്റീവ് പറഞ്ഞാൽ അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞു ഷെയർ ചെയ്യും. ഞാൻ അതിനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവന്മാര് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ സിനിമയുടെ മുൻനിര പ്രവർത്തകർ വരെ അത് ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഇവരെ വകവെക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവരെ പൊക്കോളും. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയാം. അതായത് സിനിമ ഇപ്പൊ തനിക്കൊരു സിനിമ പിടിക്കണം, അത് തന്നെ ആഗ്രഹമാണ്. അത് താൻ പിടിച്ചു, അത് പോയി കഴിഞ്ഞു, ആ ആഗ്രഹം തീർന്നു. പക്ഷെ ഈ സിനിമ പിടിച്ച് വീണ്ടും സിനിമ നിർമ്മിച്ച് വീണ്ടും സിനിമ അങ്ങനെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഈ മേഖലയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ ആഗ്രഹങ്ങൾ ഒരു സിനിമ അഭിനയിച്ച് ഓക്കെ ഞാൻ സിനിമ നടനാണെന്ന് കാണിച്ചിട്ടൊറ്റ പോക്ക് അവര് ഞാൻ സിനിമ അഭിനയിച്ചെന്ന് പറഞ്ഞ അതുപോലെയല്ല സിനിമ നിർമ്മാണവും. അതേപോലെ തന്നെ സിനിമയിൽ സിനിമ പിടിച്ചു, സിനിമയിൽ അഭിനയാൽ സിനിമ വ്യവസായം ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് എൻ്റെ പടത്തിന് ഇപ്പം ഞാൻ ഇത്ര കോടി രൂപ മുടക്കിയിട്ടേക്കെ. അപ്പോൾ ഇത് പല രീതിയിൽ ബാധിക്കും. നെഗറ്റീവ് പറയും, അശ്വന്ത് ഗോക്ക് പറയുന്നത് ഇപ്പം പറയാൻ പറ്റില്ല. ഇത് പബ്ലിസിറ്റി ആയിട്ട് നേരെ പറഞ്ഞ് ഇവരുടെ റേറ്റിംഗ് എന്നൊരു സാധനം ഫസ്റ്റ് നെഗറ്റീവ് പറയുമ്പോൾ അത് കുറച്ച് ദിവസം നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വിഷയമില്ലെന്നേ കണ്ടതെന്ന് പറയാം. പക്ഷെ മറ്റവൻ അപരാധമാണ്, അവനൊക്കെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് വെറും മോശമായ പരിപാടിയാണ്. അപ്പം നെഗറ്റീവ് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതായത് ഒരു കുടുംബം ചിലവ് കണ്ടല്ലേ വീടൊക്കെ തന്നെ തീർന്നു ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഇവർ പറയുന്നത് നെഗറ്റീവ് പറയുമ്പോൾ അവർ പേടിക്കും. അത് എടുത്തിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാശ് മുടക്കിയിട്ടേക്ക് അതവർക്ക് മാക്സിമം നല്ലത്. പക്ഷെ നെഗറ്റീവ് അപ്പോൾ ഈ പറയുന്ന ഈ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന്, അതായത് ഇപ്പോൾ ഇന്ന റിവ്യൂവർ ഞങ്ങളുടെ സിനിമയെ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് പോകുമ്പോൾ ഒരു പൊതുജനം ഇത് ഡീഗ്രേഡിങ് ആണ്. നാളെ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്ത അതേ വ്യക്തി
പോസിറ്റീവ് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പൊതുജനം എന്താ വിചാരിക്കുക? അത് ശരി, ഇവരപ്പോൾ ഒരുമാതിരി നാടകം കളിക്കുകയാണോ എന്നൊരു ആളുകൾ നമ്മളെടുത്ത് വരെ, മീഡിയക്കാരുടെ അടുത്ത് വരെ പറയുന്നുണ്ട്. ഈ അശ്വന്ത് ഗോക്കിനെ കുറ്റം പറഞ്ഞ ഇതേ സംവിധായകൻ തന്നെ ഇന്നലെ അയാളുടെ സിനിമ ഇറങ്ങിയപ്പോൾ അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ് ഷെയർ ചെയ്തല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളെടുത്ത്, സിനിമയിലല്ലാത്ത ആളുകൾ. സിനിമ ഈ പറയുന്ന പോലെ പുള്ളി നെഗറ്റീവാണ് പറഞ്ഞത്. ആ സിനിമ എവിടെ എത്തി? അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഞാൻ ഇപ്പോഴും പറയുന്നത് പുള്ളിയുടെ അഭിപ്രായം പുള്ളിക്ക് പറയാന്നുള്ളതാണ്. അത് പുള്ളിക്ക് അഭിപ്രായം, അത് മൈൻഡ് ചെയ്തെന്നാണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതാണ് എന്റെ അഭിപ്രായം. കാരണം ഇവരെ ചീത്ത വിളിച്ചാലും ഇവരെ പൊക്കി അടിച്ചാലും ഇവരെ വളർത്തുകയാണ്, വളമിട്ട് അതിങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. പുള്ളി പക്ഷേ ഫാൻസി ഡ്രസ് പോലെയാണ് വരുന്നത്. പുള്ളി എന്തെങ്കിലും ചെയ്യട്ടെ, പുള്ളിക്ക് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ, ചെയ്യട്ടെ. ഫാൻസി ഡ്രസ് പോലെ അഭിനയിക്കാനും കാര്യങ്ങളും. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മൈൻഡ് ആക്കരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ സിനിമ അല്ലാത്ത ആളുകൾ, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യാത്ത ആളുകളോ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നോ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാവും വേറെ മേഖലയിൽ. അതിപ്പോൾ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളായിക്കോട്ടെ, ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഒരു ജോബ് ചെയ്യുന്ന ഒരു ഹൈ ക്ലാസ് ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവർ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കാണുന്നു, ആസ്വദിക്കുന്നു ആയിക്കോട്ടെ. എനിക്ക് പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് ഇവരുടെ റിവ്യൂ കാണരുത്. അത് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആക്കും, നിങ്ങൾ ഇവരുടെ ചിന്തയിലേക്ക് പോവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്ര എനിക്ക് പറയാം. അല്ലാത്ത ആളുകൾ കണ്ടോട്ടെ, കൈയടിച്ചോട്ടെ, കോമാളിത്തരം കണ്ട് എൻജോയ് ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കാണണോ എന്ന് വിചാരിക്കുന്നത് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ടു, അശ്വന്ത് കൊള്ളൂല എന്ന് പറഞ്ഞു, കാണണ്ട. മറ്റൊരു പയ്യൻ, ഒരു 12 വയസ്സുള്ള പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവനൊരു സിനിമ കണ്ടിട്ട് അവന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ നേരെ പോണത് ഈ റിവ്യൂവേഴ്സിൻ്റെയാണ്. അവൻ കൊള്ളൂല എന്ന് പറഞ്ഞാൽ ശരിയാണ്, എനിക്കും തോന്നി പടം കൊള്ളില്ല എന്ന്. ഈ ഒരു ചിന്താഗതി സാധാരണക്കാർക്ക് വന്നോട്ടെ, സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചിന്താഗതിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം. അല്ല, സിനിമയുടെ വിധിയല്ല ഞാൻ പറയണേ, നമ്മുടെ തോട്ട് പ്രോസസ്സിനെയാണ് പറയുന്നത്. സിനിമയുടെ സക്സസിനെ ഇവർ റിവ്യൂസിന് ബാധിക്കുന്ന 90% ബാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഇവരുടെ ചിന്തകൾ മാറ്റി കൊണ്ടുവരും. ചില കാർഡുകൾ ഇറക്കലുണ്ട്. അതായത് ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ്, പക്ഷേ എന്ന് പറയുന്ന സാധനം പറയും. ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഭയങ്കര ഫാനാണ്, പക്ഷേ ലിജോ അദ്ദേഹത്തിന്റെ പടം അങ്ങനെയാണ്, അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ അങ്ങനെയാണ്, അത് പോട്ടെ. മമ്മൂക്കയാണ്. അത് മാത്രമല്ല, ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും, ഇയാൾ എന്തായി കാണിക്കുന്ന നാണമില്ലേ? ഈ നാണമില്ലാതെ കാണിച്ച ആ അഭിനയം ചിലപ്പോൾ ബോക്സ് ഓഫീസ് ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് അശ്വന്ത് ഗോക്ക് ഈ ബോക്സ് ഓഫീസ് സക്സസ് ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതൊന്നും അറിയില്ല. ഈ പൊട്ടക്കിണറ്റ് കിടക്കുന്ന ഒരു തവളയെ പോലെ കിടന്നാണ് കളിക്കുന്നത്. ഒരു ഭയങ്കര വിഷമമുള്ള, അതായത് ഇത് തോന്നിപ്പോയി. അതായത് നമ്മുടെ 24 അശ്വന്ത് ഗോക്കും അതുപോലെ സജി നന്ദിയാട്ടൻ എന്ന് പറയുന്ന ഹാഷ്മിയുടെ പ്രോഗ്രാം വന്നിരുന്നു. പുള്ളി ചോദിച്ചു, അശ്വന്ത് ഗോക്കെ അങ്ങനെയാണെങ്കിൽ ഭീഷ്മപർവത്തിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു. വെറുതെ പഠിച്ച് അറിയില്ലായിരുന്നു അശ്വന്ത് ഗോക്ക്, അതൊന്നും ഭീഷ്മന്റെ പറ്റും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇയാൾക്ക് അതൊന്നും അറിയില്ല. വെറുതെ അറിയാതെ ഇരുന്നിട്ട് റോസ്റ്റ് ഒരു അതായത് നേരെ പ്രോംപ്റ്റർ ഓൺ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇരുന്നിട്ട് സിനിമയുടെ നടനാരാണ്, സംവിധായകനാരാണ്, മറ്റേതാരാണ്, മറിച്ചതിന് മുമ്പ് ഏത് സിനിമ ചെയ്തേക്കുന്ന സാധനം പ്രോംപ്റ്റർ വെച്ച് വായിച്ചാണ് പറയുക. അതിനുശേഷം നിന്ന് എല്ലാവരെയും പൊളിക്കുക. അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അവന് വലിയ വിവരമില്ല. പക്ഷെ ഈ വിവരമില്ലാത്തവൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ ആ സിനിമാക്കാർ ഷെയർ ചെയ്യരുത്. പറഞ്ഞു വരുന്നത് ഞാൻ അതാണ്. എന്റെ ടോപ്പിക് അത്രേ ഉള്ളൂ. നേരത്തെ പ്ലാൻ ചെയ്ത് അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂയുടെ സമയത്ത് നമ്മൾ വേറെ റിസൾട്ട് വരും. ഇതേപോലെ പുള്ളി ഇട്ട് വന്നിട്ട് പുള്ളി അത് കാണിക്കുന്ന പോലെ അതിലെന്താണ് കളിയാക്കുക. ഈ എനിക്ക് തോന്നിക്കുന്നത് അശ്വന്ത് ഗോക്കിനെ ആൾക്കാർ കാണുന്നത് നമ്മൾ ഈ ഓരോരുത്തരെ കളിയാക്കണത് കാണാൻ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ് ഓരോരുത്തരെ പൊളിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും എനിക്കിപ്പോ തോന്നിയിട്ടുള്ളൂ അശ്വന്ത് ഗോക്കിനെ പറ്റി. ഇത് നിൽക്കും. ഞാൻ പറഞ്ഞു ഇതൊന്നും അധികാലം പോവില്ല. ഇത് കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞാല് അതിനെപ്പറ്റി എന്താണെന്ന് മനസ്സിലാക്കാണ്ട് പറയൂലേ, അതിനെപ്പറ്റി എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അതിപ്പോൾ ഇപ്പം പറഞ്ഞു വന്നപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത്രയുള്ളൂ. സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇത്രേ ഉള്ളൂ. ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കി, ഇവർ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സിനിമാക്കാർ ഇവരുടെ താങ്ങാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഇവര് പോസിറ്റീവ് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുന്ന കാണുകയും ഇവര് നെഗറ്റീവ് പറയുമ്പോൾ ഡിഗ്രേഡിങ് ബോംബിംഗ് എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതി പറയുന്ന കാണുമ്പോൾ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മൾ ആരാധിക്കുന്ന സിനിമാക്കാർ തന്നെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ. അതായത് ഇപ്പോൾ ഒരു സിനിമയെ പറ്റി ഒരാളൊരു കാര്യം പറയണം, സ്ഥിരമായിട്ട് സിനിമയെ പറ്റി നിരൂപിക്കുന്ന ഒരാൾ, അപ്പൊ ആ സാധനം എടുത്തിട്ട് കണ്ടന്റ് ആക്കി പറയാൻ പറ്റില്ലേ? ഞാനിപ്പോഴും ലിസി സ്റ്റീഫൻ പറഞ്ഞ ആ കാര്യം കേട്ടതാണ്. അതായത് വിളിച്ചു, ഓക്കെ നിങ്ങൾ എന്തിനാണ് അശ്വന്ത് നിങ്ങൾ ഈ പരിപാടി ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ
എനിക്ക് അപ്പുറത്ത് പിടിച്ചിട്ട് എനിക്ക് അപ്പുറത്തും എനിക്ക് ചിരി വരുന്നില്ല. ആൾക്കാരും ചിരിക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുന്നില്ല എന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. കണക്കാക്കാൻ പാടുള്ളൂ. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് സംഭവിക്കാന്നുള്ളത് നെക്സ്റ്റ് അടുത്ത കാര്യത്തിൽ നമുക്ക് കാണാം. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ കൂലിയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ അശ്വന്തൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം. പക്ഷെ മിക്കവാറും കൂലിനെ കുറിച്ചൊന്നും കുറ്റം പറയാൻ സാധ്യതയില്ല. ലിയോ കണ്ട് സഞ്ജയത്തിന് വയ്യാന്നല്ലേ? മറ്റേ അഭിനയം പഠിപ്പിക്കുന്നു. അയ്യോ അതൊക്കെ നമുക്ക് വേറൊരു വലിയൊരു ടോപ്പിക്. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ച് വലിയ വിജയനും അല്ലുവിനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് പറയണ്ടോ. അയ്യോ അതെ, എസ് എ ചന്ദ്രശേഖരന്റെ ഏതോ എസ് എ ചന്ദ്രശേഖരനെ സംവിധാനം പഠിപ്പിച്ച ആളെന്ന രീതിയിലേക്കാണ് പറയണത് വിജയുടെ അച്ഛൻ. അത് പോട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കൺക്ലൂഡ് ചെയ്തോളാം. പറയാനൊന്നുമില്ല. അപ്പൊ എനിക്ക് പറയാൻ എത്രേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി വീണ്ടും പറയുന്നില്ല. സിനിമകൾ വിജയിക്കട്ടെ, അത് ഇവിടുത്തെ പ്രേക്ഷകർ കൈയടിച്ച് വിജയിപ്പിക്കട്ടെ. ഈ വക റിവ്യൂസിന്റെ മൈൻഡ് ആക്കാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. തിയേറ്ററിൽ പോയി കണ്ട് അത് വിലയിരുത്തുക. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല ഈ ഇരിക്കുന്ന ആളുകളുടെ ഒപ്പീനിയൻ. മറ്റൊരാൾ ജഡ്ജ് ചെയ്യുന്ന പോലെ എല്ലാ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടേ പറ്റും. അല്ലെങ്കിൽ സിനിമ നമ്മൾ എവിടെയാണ് കാണുന്നത് നമ്മൾ കണ്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയ എന്തുകൊണ്ടാണ് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്നത്. അത്രയും കോൺസെൻട്രേഷൻ വേറെ ഇതിന് കിട്ടില്ല. താങ്ക് യു.